ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എനിക്കുമാണ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എലിമിനേഷൻ ചേമ്പറിൻ്റെ റിവ്യൂവിനെ പറ്റിയാണ്. ഈ ഒരു എലിമിനേഷൻ ചേമ്പർ ദ ബെസ്റ്റ് എലിമിനേഷൻ ചേമ്പർ എവർ എന്ന് വേണം പറയാം. ഒരു രക്ഷയില്ലാത്ത മാച്ചും ക്ലൈമാക്സും എല്ലാം ത്രില്ലായിരുന്നു. നമുക്ക് ഓരോന്നോരോന്നായി പറയാം. വീഡിയോയിലേക്ക് പോകാൻ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ ഡബ്ല്യു ഫാൻസുള്ള ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ എലിമിനേഷൻ ചേമ്പറിലെ ആദ്യത്തെ മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത് വുമൻസ് എലിമിനേഷൻ ചേമ്പർ മാച്ച് ആയിരുന്നു. ഈ ഒരു മാച്ചിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മാച്ചായിരുന്നു. കിടിലൻ മാച്ച് തന്നെയായിരുന്നു. എല്ലാ വുമൻസും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. ഈ ഒരു മാച്ചിനെ പറ്റി പറഞ്ഞാൽ അലക്സാ ബ്ലിസിന്റെ പെർഫോമൻസ് ആണ്. 3 എലിമിനേഷനാണ് അലക്സാ ബ്ലിസ് നടന്നിട്ടുണ്ടായത്. പിന്നെ മാച്ച് തുടങ്ങിയപ്പോൾ നവോമി വന്ന് ജേക്കാരികൾ അറ്റാക്ക് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ നവോമിയെ ബാക്ക് സൈഡിൽ കൊണ്ടുപോയി. പിന്നീട് ലിവ് മോർഗനും അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ മാച്ചിന്റെ അവസാനത്തിൽ ലിവ് മോർഗനെ ഒരു ഓടി ചെയ്തുകൊണ്ട് ബിയങ്ക പ്ലെയർ തന്നെയായിരുന്നു ആ ഒരു എലിമിനേഷൻ ചേമ്പർ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പ്രഡിക്ഷൻ വീഡിയോ പറഞ്ഞത് അലക്സാ ബ്ലിസ് ജയിക്കുമെന്നായിരുന്നു. അവസാനം റിയ റിപ്ലിയും യുഎസ്കെയും ബിയങ്ക പ്ലെയറും കൂടെ ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കുന്ന കാഴ്ചയായിരുന്നു നമുക്ക് ഇന്നത്തെ എലിമിനേഷൻ ചേമ്പറിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ എലിമിനേഷൻ ചേമ്പറിൽ രണ്ടാമത് നടന്നിട്ടുള്ള മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമി സെൻ വിസസ് കെവിൻ ഓവൻസും തമ്മിലുള്ള അൺസാങ്ഷൻഡ് മാച്ച് ആയിരുന്നു. ഈ ഒരു മാച്ചിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മാച്ചായിരുന്നു. സാമി സെനും കെവിൻ ഓവൻസും രണ്ടുപേരും കിടിലം പെർഫോമൻസ് ആയിരുന്നു. സ്റ്റീൽ ചെയർ വരിയും റിങ്ങിന്റെ ഔട്ട് സൈഡ് വരെയും പിന്നെ ബാരിക്കേഡിന്റെ ആ ഒരു ഫൈറ്റൊക്കെ കിടലായിരുന്നു. മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാമിസേനെ റിങ്ങിൽ വെച്ച് 2 പവർ ബോംബ് ചെയ്യുകയും എന്നിട്ട് പിൻ ചെയ്ത് സാമിസേനെ തോപ്പിക്കുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഈ മാച്ചിന്റെ അവസാനത്തിൽ കെവിൻ ഓവൻസ് വിജയിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെയായിരുന്നു അത് സംഭവിച്ചത്. അതായത് നമ്മളെല്ലാം കാത്തിരുന്നവരി വൈപ്പർ റാൻഡി ഓട്ടൻ വരികയും റാൻഡി ഓട്ടൻ റിട്ടേൺ ചെയ്യുകയും കെവിൻ ഓവൻസ് ആയിട്ടുള്ള ഫേസ് ടു ഫേസ് സെഗ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചു. അവസാനം കെവിൻ ഓവൻസിന്റെ ഒരു ആർക്കിയോ റാൻഡി ഓട്ടൻ ചെയ്യുകയുണ്ടായി. അതിന്റെ കെവിൻ ഓവൻസിനെ രക്ഷിക്കാൻ വന്ന ആ ഒരു സെക്യൂരിറ്റീസിനെല്ലാം നേരത്തെ പിടിച്ച് റാൻഡി ഓട്ടൻ ആർക്കിയോ ചെയ്യുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ അവസാനം റാൻഡി ഓട്ടൻ ഒരു പൺകിക്കിനായി ഒരുങ്ങി നിൽക്കുമ്പോഴായിരുന്നു സെക്യൂരിറ്റീസ് എല്ലാം കെവിൻ ഓവൻസിനെ പിടിച്ച് ബാക്ക് സൈഡിൽ കൊണ്ടുവന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എലിമിനേഷൻ ചേമ്പറിലെ മൂന്നാമത് വന്നിട്ടുള്ള മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാഗ് ടീം മാച്ച് ആയിരുന്നു. വുമൻസ് ടാഗ് ടീം മാച്ച്. അതായത് ട്രിഷ് സ്റ്റാറ്റസ് ആൻഡ് ട്രിഫണി സ്റ്റാറ്റൻ വിസസ് കാൻഡിസ് ലോർ ആൻഡ് നയ ജാക്സ്. ഈ ഒരു മാച്ചിനെ പറ്റി പറഞ്ഞാൽ എനിക്കൊരു എബോ ആവറേജ് മാച്ചായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതായത് ഈ ഒരു എലിമിനേഷൻ ചേമ്പറിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ എനിക്കൊരു എബോ ആവറേജ് മാച്ചായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു മാച്ച് മാത്രമാണ്. ഈ ഒരു മാച്ചിനെ പറ്റി നോക്കി കഴിഞ്ഞാൽ 4 പേരും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തു. മാച്ചിന്റെ അവസാനത്തെ ട്രിഫണി ഒരു റോപ്പിന്റെ മുകളിൽ നിന്ന് ജമ്പ് ചെയ്യുന്നുണ്ട്, നയ ജാക്സിനെ പിൻ ചെയ്തുകൊണ്ട് ഈ ഒരു മാച്ചിൽ ട്രിഫണി ആൻഡ് ട്രിഷ് സ്റ്റാറ്റസ് ആണ് പിൻ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ഒരു മാച്ച് വന്നു. അതായത് ദി മെയിൻ ഇവന്റ് ഓഫ് എലിമിനേഷൻ ചേമ്പർ. ജോൺ സീന, ഡ്രൂ മക്കൻഡയർ, സെത്ത് റോളിൻസ്, ലോഗൻ പോൾ, ഡാമിയൻ പ്രീസ്റ്റ് ആൻഡ് സിഎം പങ്ക്. ഈ ഒരു മാച്ചിൽ ആരാണ് കോഡി റോഡ്സിനായിട്ട് ഒപ്പോണന്റ് ചെയ്യാൻ പോകുന്നത് നമ്മളൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഈ ഒരു മാച്ചിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എല്ലാവരുടെ പെർഫോമൻസും പ്രത്യേകിച്ച് ജോൺ സീനയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടത് ഒരു വേറെ ലെവൽ പെർഫോമൻസ് ആണ്. ജോൺ സീന റോയൽ നമ്മൾ കളിച്ച പോലെ അല്ല ഈ ഒരു എലിമിനേഷൻ ചേമ്പറിൽ കളിച്ചത്. എലിമിനേഷൻ ചേമ്പറിൽ ഒരു പഴയൊരു സീനിയാണ് നമുക്ക് ഓർമ്മ വന്നത്. വേറെ ലെവൽ പെർഫോമൻസ്. അങ്ങനെ ഡാമിയൻ പ്രീസ്റ്റ് ഡ്രൂ മക്കൻഡയർ എലിമെന്റ് ആക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഡ്രൂ മക്കൻഡയർ ക്ലൈം ഓവർ ചെയ്ത് ഡാമിയൻ പ്രീസ്റ്റിനെ എലിമെന്റ് ആക്കുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പങ്ക്, സീന, റോളിൻസ്, ലോഗൻ പോൾ ഇവർ 4 പേരായിരുന്നു. അങ്ങനെ പങ്ക് ലോഗൻ പോൾ എലിമെന്റ് ആക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ മാച്ചിന്റെ അവസാനത്തിൽ സെത്ത് റോളിൻസ് സീനയെ അവർ ചേമ്പറിന്റെ ഉള്ളിലേക്ക് പൊട്ടിക്കുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു. അങ്ങനെ ആ മാച്ചിന്റെ അവസാനത്തിൽ സെത്ത് റോളിൻസിനെ സിഎം പങ്ക് തന്നെ ഗോ ടു സ്ലീപ്പ് ചെയ്തുകൊണ്ട് സെത്ത് റോളിൻസിനെ എലിമിനേറ്റ് ആക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സിഎം പങ്ക് വിജയിക്കാൻ നിൽക്കുന്ന സമയത്തായിരുന്നു സെത്ത് റോളിൻസിന്റെ വക ഒരു സ്റ്റോം ടു സിഎം പങ്ക്. അങ്ങനെ ആ സ്റ്റോം പോരി സീന സിഎം പങ്കിനെ പിൻ ചെയ്യുകയും അങ്ങനെ ആ ഒരു മാച്ചിൽ ജോൺ സീന വിജയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു 1.5 മൊമെന്റ് ആയിരുന്നു, കിഡിലെ മൊമെന്റ് ആയിരുന്നു. നമ്മൾ കാത്തിരുന്ന ആ ഒരു കാര്യം നമുക്ക് സംഭവിച്ചിരിക്കുന്നു. ജോൺ സീന അങ്ങനെ കോഡി റോഡ്സിന്റെ ഒപ്പോണന്റായി മാറിയിരിക്കുകയാണ്. WrestleMania 41 കോഡി റോഡ്സ് വിസസ് ജോൺ സീന ആ ഒരു മാച്ച് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. ആ ഒരു മാച്ച് കഴിഞ്ഞ ശേഷം കേൾക്കുന്നു കോഡി റോഡ്സിന്റെ തീം മ്യൂസിക്. അങ്ങനെ കോഡി റോഡ്സും ജോൺ സീന ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു അതാ കേൾക്കുന്നു ഈ ഫൈനൽ ബോസിന്റെ തീം മ്യൂസിക്. അങ്ങനെ ഫൈനൽ ബോസ് പോകുന്നുണ്ട്. ഫൈനൽ ഡിസിഷൻ എന്താണെന്ന് കോഡി റോഡ്സിനെ ചോദിക്കാൻ ഉണ്ടായി. അങ്ങനെ നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് കോഡി റോഡ്സ് ആ ഒരു ഡിസിഷൻ റിജക്ട് ചെയ്യുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. കോഡി റിജക്ട് ചെയ്ത കാര്യം സീനയ്ക്കും അങ്ങനെ അവിടുത്തെ ഫാൻസിനും വളരെ സന്തോഷമായി. അങ്ങനെ സീന കോഡി എടുത്തുകൊണ്ട് ഹഗ് ചെയ്യുന്ന കാഴ്ച കാണാൻ സാധിച്ചു. അങ്ങനെ ഹഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അത് സംഭവിച്ചത്. റോക്ക് 3, 2, 1 എന്ന് സീനയുടെ മുഖത്ത് നോക്കി കാണിച്ചു. അപ്പോഴായിരുന്നു സീനയുടെ ആ ഒരു ഫേസ് ചേഞ്ച് നമുക്ക് കാണാൻ സാധിച്ചത്. ലൈവ് കണ്ടവർക്കറിയാം, ഇത്ര നേരം കുട്ടികളെ കണ്ടിരുന്ന സീന പെട്ടെന്നൊരു വില്ലന്റെ ആ ഒരു ഭാവം കാണുന്നുണ്ടെങ്കിൽ ഒരു വേറെ ലെവൽ മൊമെന്റ് ആയിരുന്നു.
അങ്ങനെ ആ ഒരു സമയത്തായാലും സീന കോടിക്കിട്ട് ലോ ബ്ലോ ചെയ്തുകൊണ്ട് സീന അങ്ങനെ വില്ലന്റെ ആ ഒരു രൂപം പുറത്തെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ അവസാനത്തിൽ മാറ്റിന്റെ അവസാനത്തിൽ കോഡി റോഡ്സിനെ റോക്കും സീനയും കൂടെ നിരത്തി പഞ്ഞിക്കിടുന്ന കാഴ്ച, മുഖത്ത് ബ്ലഡ് വരുന്ന രീതിയിലും റോക്ക് ബെൽറ്റ് കൊണ്ട് അടിക്കുകയും അങ്ങനെ ചേറുകൊണ്ട് അങ്ങനെ അടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അവസാനത്തിൽ കോഡി റോഡ്സിന്റെ മുഖത്ത് ബ്ലഡ് വരുന്ന രീതിയിലൊക്കെ ആയിരുന്നു കാര്യങ്ങൾ വന്നിട്ടാണിത്. അങ്ങനെ അവസാനത്തിൽ റോക്ക് ആൻഡ് സീന ഇവർ ഒന്നിക്കുന്ന കാഴ്ചയും അങ്ങനെ ഹീൽ ദി വില്ലൻ സീനെ നമുക്ക് കാണാൻ സാധിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആയിരുന്നു ഇന്ന് എലിമിനേഷൻ ചേമ്പർ മെയിൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത്. ജോൺസിനെ വിജയിച്ചു, അതൊക്കെ. പക്ഷേ ആ ഒരു സീന വില്ലനാണെന്ന കാര്യം അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ആയിരുന്നു, വേറെ ലെവലായിരുന്നു. ഇന്നത്തെ എലിമിനേഷൻ ചേമ്പറിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.